പാലക്കാട് 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത അപകടത്തിന്റെ ഞെട്ടലിലും സങ്കടത്തിലുമാണിപ്പോൾ കേരളം ഉള്ളത്. അഷ്കർ അലി കൂടി ചേരുന്നു, ഞങ്ങളുടെ പ്രതിനിധി. അഷ്കർ അല്പം മുമ്പ് ഇതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു വിദ്യാർത്ഥിനിയുമായി സംസാരിച്ചു. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്ന് സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത എല്ലാവർക്കും വന്നിട്ടുണ്ടോ? സായി, തീർച്ചയായും അപകടത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കും. കാരണം ദൃക്സാക്ഷികൾ വിവരമടക്കം നമ്മൾ കൊടുക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അപകട സ്ഥലത്തു നിന്നും അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ 4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത ആ വാഹനം ഇപ്പോൾ കല്ലടിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. വാഹന ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടാണ് വലിയ പോലീസ് സുരക്ഷയിൽ ഈ വാഹനം ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കേസിൽ മറ്റൊരു വാഹനം കൂടി പോലീസ് നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. 2 വാഹനങ്ങളുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ഈ വാഹനം ഇവിടെ നിന്നും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യത്തിൽപ്പെട്ട ഇല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് മറിഞ്ഞു വീണ ഈ വാഹനം പാലക്കാട് ഭാഗത്തു നിന്നും സിമൻറ്റ് ലോഡ് ചെയ്തുകൊണ്ട് മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഈ സമയം എതിർ ദിശയിൽ നിന്നും മണ്ണാർക്കാട് ഭാഗത്തു നിന്നും മറ്റൊരു വാഹനം ഇങ്ങോട്ട് വരികയും ആ വാഹനത്തിൻ്റെ പിൻഭാഗം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വാഹനത്തിൻ്റെ ഈ ലോറിയുടെ ഡ്രൈവർ ക്യാബിനിൻ്റെ ഒരു ഭാഗത്ത് ഇടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സിമൻറ്റുകാരി വന്ന ഈ ലോറി നിയന്ത്രണം വിടുകയും പിന്നീട് നിയന്ത്രിക്കാൻ കഴിയാതെ ഈ ലോറി മറുഭാഗത്തേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ആ വാഹനം പക്ഷേ 4 വിദ്യാർത്ഥികളുടെ മുകളിലേക്കാണ് മറിഞ്ഞു വീഴുന്നത്. അതൊരു ദാരുണമായ ദുരന്തത്തിലാണ് കലാശിച്ചത് എന്നുള്ളതാണ്. ഈ റോഡിലെ അശാസ്ത്രീയ നിർമ്മാണത്തെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ നിരവധി തവണ പരാതികൾ ഉയർന്നിരുന്നതാണ്. നിരവധി അപകടങ്ങൾക്ക് ഈ നാട് സാക്ഷ്യം വഹിച്ചതാണ്. അന്നൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും മതിയായ ഒരു പരിഹാരം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അധികാരവർഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിൻ്റെ കൂടി അന്തർഫലമാണ് ഇപ്പോൾ 4 വിദ്യാർത്ഥികളുടെ ജീവനെടുക്കുന്നതിൽ കലാശിച്ചിരിക്കുന്നത്. വലിയൊരു വളവും അതിനോടൊപ്പം തന്നെ ഇറക്കവും കൂടിയാവുന്നു. അതിനോടൊപ്പം തന്നെ മഴ കൂടി പെയ്താൽ വെള്ളം മുഴുവൻ റോട്ടിലൂടെ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് സമയം അപകടങ്ങൾ സംഭവിക്കാവുന്നതിനിടമായി പനയമ്പാടം പ്രദേശം മാറിയിരുന്നു. നിരന്തരമായ അപകടങ്ങൾ സംഭവിക്കുകയും ഇതിനോടൊപ്പം തന്നെ 11-ലധികം ജീവൻ പൊലിയുകയും ചെയ്തിരിക്കുന്നു. ആ പട്ടികയിലേക്ക് വീണ്ടും എണ്ണം കൂടുന്നു എന്നത് മാത്രമാണ് വ്യത്യാസം. അത്തരമൊരു ദുരന്തമാണ് ഉണ്ടായത്. എന്തായാലും വലിയ വേദനിപ്പിക്കുന്ന ദുരന്തം എന്ന് തന്നെ പറയേണ്ടി വരും. അതിൻ്റെ കണ്ണീരിലാണ് ഇപ്പോൾ നാട് എല്ലാവരും ഉള്ളത്. നാളെ 4 പിഞ്ചോമന മക്കളുടെ മൃതദേഹം ഏറ്റുവാങ്ങാനാണ് ഇപ്പോൾ ഈ നാട് കാത്തിരിക്കുന്നത്. നാളെ അവർ 4 പേരും ഒരുമിച്ച് അവർ കളിച്ച് വളർന്ന, അവർ ജീവിച്ച് വളർന്ന അവരുടെ നാട്ടിൽ തന്നെ ഹാളിൽ പൊതുദർശനത്തിന് ഒരുമിച്ച് വെക്കാൻ പോവുകയാണ്. അവർക്ക് വേണ്ട 4 അവസാന യാത്രയ്ക്കുള്ള 4 ഒരുക്കങ്ങളും അവർ പഠിച്ചു വളർന്ന, അവർ താമസിച്ചിരുന്ന അവരുടെ മദ്രസയ്ക്ക് മുറ്റത്ത് അല്ലെങ്കിൽ ആ പള്ളിയുടെ തൊട്ടടുത്ത് ഖബർസ്ഥാനിൽ അവർക്ക് വേണ്ടി 4 ഖബറുകൾ കൂടി ഒരുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആ വേദനയിൽ നിന്നൊന്നും കുടുംബം പോലും മോചിതരായിട്ടില്ല. അതിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടിയുമായി അജിനയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ കുട്ടിയൊക്കെ തന്നെ അതിൻ്റെ ആഘാതത്തിലാണ്. അവരൊക്കെ പരസ്പരം പുസ്തകങ്ങൾ പോലും കൈമാറി ഇന്ന് എഴുതിയ പരീക്ഷയിൽ ഞങ്ങൾ എന്തായാലും വിജയിക്കും, നമുക്ക് എന്തായാലും വിജയിക്കും, നമ്മുടെ പരീക്ഷയൊക്കെ ഈസിയാണെന്ന് പറഞ്ഞ് സംസാരിച്ചു വന്നിരുന്ന വിദ്യാർത്ഥികളാണ്. ഒരുമിച്ച് കടൽ കയറി ഐസ്ക്രീം വാങ്ങി അത് കഴിച്ചു വന്നിരുന്ന വിദ്യാർത്ഥികളാണ്. അത്തരത്തിൽ ആ സൗഹൃദത്തിൻ്റെ ഒപ്പം വന്ന 5 വിദ്യാർത്ഥികളിൽ 4 പേരാണ് ഒരേ ദുരന്തത്തിൽ ഒരേ സമയം പൊലിഞ്ഞു പോയത് എന്നുള്ളതാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന വിദ്യാർത്ഥിയുടെ കണ്ണുനീരിലൊക്കെ വല്ലാത്ത വേദനയാണ് നമുക്ക് സമ്മാനിച്ചത്. തീർച്ചയായും ഈ ഒരു വേദനയിൽ നിന്ന് ആ നാടും കേരളവും എങ്ങനെ മുക്തമാകും എന്നറിയില്ല. ഒരുമിച്ച് കളിച്ച് പഠിച്ചു വളർന്ന 4 മക്കളെയാണ് ആ നാടിന് നഷ്ടമായിരിക്കുന്നത്. അവർക്ക് ഒരുമിച്ച് യാത്ര നൽകാനുള്ള ഒരുക്കത്തിലാണ്. നാളെ രാവിലെ 5 മണിക്കായിരിക്കും അവരുടെ വീടുകളിലേക്ക് ഈ മൃതദേഹം എത്തുക. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇക്ബാൽ അറയ്ക്കലും ഒപ്പം അഷ്കർ അലിയുമാണ് വിവരങ്ങൾ നൽകിയത്.